യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തോലും ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നോളേ. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നിട്ടാണ് ഇത് പറയുന്നത്. കേട്ടോക്കി എന്നിട്ട് വാക്യം പിന്നെ दुनिया में जो कठिन हालात बने हैं उनका प्रभाव लंबे समय तक बने रहने की आशंका है। इसलिए हमें तैयार रहना होगा, हमें एकजुट रहना होगा। हम कोरोना के समय भी एकजुटता से ऐसी चुनौतियों का सामना कर चुके हैं। अब हमें फिर से उसी तरह तैयार रहने की आवश्यकता है। धीरज के साथ, संयम के साथ, शांत मन से हमें हर चुनौती का मुकाबला करना है। ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നിട്ട് കൊറോണന്റെ പോലത്തെ അവസ്ഥ വരാൻ പോവുകയാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചിന്തിക്കുക. മോദി എന്തായാലും ഈ കാര്യം വെറും വാക്ക് പറയില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മളെ നാടുകളിലൊക്കെ നിങ്ങൾ ഓരോ റീലിലും കാണുന്നതാണ്. പമ്പിൽ പെട്രോൾ കിട്ടാത്ത അവസ്ഥ, ഗ്യാസ് കിട്ടാത്ത അവസ്ഥ. ഇതിനി ഒന്നുപാടി തുടർന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നാട്ടിൽ ജോലി ഉണ്ടാവില്ല. ജോലി ഉണ്ടെങ്കിലല്ലേ കൂലി ഉണ്ടാവുള്ളൂ. നമ്മൾ കെട്ടിപ്പൊക്കിയ നമ്മളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സംരംഭങ്ങൾ ഒക്കെ തകർന്നു പോകും. ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, ഒരുപാട് പേര് ജോലി, ലോണ്, കടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത ആൾക്കാരുണ്ടാവും. എന്ത് ചെയ്യും? യുദ്ധം ഇറാനിലല്ലേ, യുദ്ധം ഇസ്രായേലിലല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടിഘോഷിച്ച് നടന്ന ഒരുപാട് പേരുണ്ടല്ലോ. കണ്ടോളി. അപ്പം ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആ സ്ഥാപനം നോക്കി നടത്തുന്ന ആൾക്കാർക്കും അറിയും എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്.